ഞായറാഴ്ചയായിട്ട് പുറത്തോട്ട് വലിയ പ്രത്യേക പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അകത്തുനിന്ന് ഫുഡൊക്കെ വെച്ചിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ വിചാരിച്ചു തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തക്കാളി ഉള്ളി എല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനും കടുക് വറുത്തിട്ടൊന്ന് ഇട്ടാൽ മാത്രം. അപ്പോൾ അതാ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഉഴുന്നരച്ച ദോശ ഇവിടെ വലിയ പ്രിയമില്ലെങ്കിൽ ഇങ്ങനെ അരയ്ക്കുന്ന ചമ്മന്തികളൊക്കെ ഇവിടെ നല്ല പ്രിയമാണ്. ദോശ ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് പൊക്കോളൂ എന്ന് എനിക്കറിയാം കേട്ടോ. എന്നിട്ട് അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ചായക്കുള്ളത് അങ്ങ് വെച്ചു കൊടുത്തു. അപ്പോഴത്തേനും മക്കളും അച്ഛനും ഒക്കെ ഇവിടെ കഴിക്കും. എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ചായ ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ ചായ മാത്രം കുടിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയാണ് കേട്ടോ കഴിക്കുക. ചായം കുടിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഏട്ടനെ വഴക്ക് പറഞ്ഞിട്ടാണ് കേട്ടോ 10 മണിയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്ന എന്നെ കൊണ്ട് ഇരുത്തി തിരിച്ചത്. പിന്നെ ഏട്ടൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്കുള്ള ഐസുമായിട്ടാണ് കേട്ടോ. പണ്ടിങ്ങനെ മണിയടിച്ച് സൈക്കിളിൽ ഐസും കൊണ്ട് പോകുമ്പോൾ ഐസ് വാങ്ങിച്ചു തരാൻ പറയുമ്പോൾ അമ്മ പറയുമായിരുന്നു കേട്ടോ തോട്ടിലെ ആട്ടിലെയും പുഴയിലെയൊക്കെ വെള്ളമാണെന്ന്. പക്ഷെ ഇതങ്ങനെയാണോന്നൊന്നും അറിയത്തില്ലെങ്കിൽ ഐസ് നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഉച്ചക്കത്തേനും ഞാൻ നമ്മുടെ വീട്ടിലെ ദേശീയ കറിയായ തീയലാണ് കേട്ടോ വെക്കാം. അതിനുള്ളതൊക്കെ അരിഞ്ഞു കൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, നമ്മൾ പഴങ്കഞ്ഞി കുടിച്ചില്ലല്ലോ എന്നത്. ഇന്ന് മോരുള്ളതുകൊണ്ട് പഴങ്കഞ്ഞി എന്തായാലും. അപ്പൊ ഇനി പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാകുമ്പോൾ അടുത്ത യാത്ര എന്ന് വിചാരിച്ചു. യാത്ര മീൻസ് എന്താണെന്ന് മനസ്സിലായി. അതെ, അത് തന്നെ. അരങ്ങിൽ നിന്ന് അടുക്കളയിലോട്ടേ ഇപ്പൊ അരങ്ങിലോട്ട് പോകുന്നത് എന്തിനാണെന്നോ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പഴങ്കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഉപ്പും തൈരും മുളകും മീൻകറി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂട്ടി ഒരു അടി അടിക്കുക, അതല്ലേ എല്ലാം. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു വാ വേണമെങ്കിൽ വാ തുറന്നു ഇപ്പൊ വാ. അങ്ങനെ പഴങ്കഞ്ഞടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ തീയന്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അരപ്പുകളൊക്കെ ചേർത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുവരെയൊക്കെ അതൊന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്കൊരു ഓംലേറ്റിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു മുട്ട ഓംലേറ്റ് കൂടെ ആക്കി കൊടുക്കാം. അപ്പൊ പിന്നെ തീയലും ഓരോക്കെ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരെന്ന് കമന്റ് ചെയ്യണം. അതുപോലെ ഓംലേറ്റിന്റെയും ഫാൻസ് ഒക്കെ ഒന്ന് കമന്റ്. അതുപോലെ നിങ്ങളുടെ ഇന്നത്തെ ഉച്ചവിഭവങ്ങളും പറയൂ. അടുത്ത വീഡിയോ കാണാം. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.